യേശു അവരോടൊപ്പം അതായത് നമ്മളെ റെക്കമെൻഡ് ചെയ്യാനൊരു ഗ്രൗണ്ട് നമുക്കുണ്ടാക്കണം. ഉടമ്പടിയുടെ ഉടമ്പടി ഇങ്ങനെ കുറേ അവസരങ്ങളുണ്ട്. ഞാൻ ചില നിങ്ങൾ രോഗികളെ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. രോഗികളെ കണ്ടില്ല. അവർ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യം എന്താ? വീടാണ്. അവിടെ അനിയത്തിക്ക് വീടില്ല. വളരെ പിഴാക്കപ്പെട്ട ഗതികെട്ട ഒരു ജീവിതമാണ്. അപ്പം അതുകൊണ്ട് അനിയത്തിക്ക് വീടുണ്ടാകാൻ വേണ്ടി ചേടുത്തി വന്ന് ഉടമ്പടി ചെയ്തിരിക്കുക. ഉടമ്പടി ചെയ്തിട്ട് പക്ഷേ ഏക്കണില്ല. ഉടമ്പടി ചെയ്തിട്ട് ആ വിഷയം, ബാക്കി എല്ലാ വിഷയവും നടന്ന് പ്രധാനപ്പെട്ട വിഷയം നടന്നില്ല. അപ്പോഴവൾക്ക് മനസ്സിലായി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യം രോഗികളെ കാണാൻ പോയിട്ടില്ല, രോഗികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല, രോഗികൾക്ക് വസ്ത്രം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇനി അത് ചെയ്യാമെന്നും പറഞ്ഞ് ഇവർ രോഗീനെ 13 കിലോമീറ്റർ സഞ്ചരിച്ചൊരു കിടപ്പ് രോഗി എടുത്ത് പോയി. ആ രോഗീനെ കട്ടിലേന്ന് പൊക്കി കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈലിൽ റിങ് വരും. എന്താ സംഭവം? അനിയത്തിക്ക് വീട് ശരിയായെന്ന്. ഈ ടൈം കണ്ടോ? ടൈം അത്രയും അതായത് നമ്മൾക്ക് വരുന്നൊരു വിഷയമെന്ന് പറയണത് നിങ്ങളിത് അച്ഛൻ ഇങ്ങനെ പറയുമായിരിക്കും, കുറച്ചൊക്കെ ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ ഈ ഉടമ്പടിക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഈ പണി മേടിക്കണത്. ഉടമ്പടിക്കാർ ആലപ്പുഴ വരണമെന്ന് തന്നെ ഞാൻ പറയണില്ല, വെറുതെ കാശുകളെ എന്തിനാണ്. അപ്പം അതുകൊണ്ട് ഇത് ദൈവത്തോട് ചെയ്യുക കാര്യം. അവൻ പറയാത്ത ഒരു കാര്യവും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുകയാണ് ഉടമ്പടി. അവൻ പറയാത്ത ഒരു കാര്യം പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൈ പൊക്ക് 100 രൂപ തരാൻ പറ്റുന്നവർ തരാനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇന്ന് വരെ ഈ കൃപാസ് തുടങ്ങിയിട്ട് ഞാൻ സാമ്പത്തിക വിഷയം 2000 തുടങ്ങിയതാണ്. 87 ഇത് ആദ്യം തുടങ്ങിയത്. കടലോരത്തായിട്ട് കൺവെൻഷൻ. അന്ന് വരെ ഞങ്ങൾ അൾത്താരെയും സാമ്പത്തികമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യിക്കത്തില്ല. ആർക്കെങ്കിലും അമ്മയെ സഹായിക്കാനുണ്ട്, ഇത് കറണ്ട് ചാർജ് അടിച്ച് പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് കിടക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവിടെ കൊണ്ടുപോയി ഓഫീസുമായിട്ട് കണ്ട് എൻ്റെ രസീത് വാങ്ങിക്കണമെന്നില്ല. അച്ഛനുമായിട്ടില്ല. ഞാനും ആൾക്കാരെ കാണുന്നത് പബ്ലിക്കായിട്ടാണ് കാണുന്നത്. എന്താ കാര്യം? പബ്ലിക് അല്ലാതെ വേറെ ഒരു കാര്യത്തിൽ ഇല്ലെന്നറിയാൻ വേണ്ടിയാണ്. പബ്ലിക് അല്ലാതെ എല്ലാവരും കാണാത്ത ഒരു മനുഷ്യനും കാണാതിരിക്കത്തില്ല. പക്ഷേ ഏറ്റവും സീരിയസ് വിഷയം ആദ്യം എടുക്കും. മുമ്പിൽ ടൈമില്ലാത്ത വിഷയമെല്ലാം എടുക്കും. ഇപ്പം മുമ്പിൽ ഒരു അല്പം സമയം പോലും ഇല്ലാത്ത വിഷയങ്ങളുണ്ടാകും, അതൊക്കെ എടുക്കും ആദ്യം. ഉടമ്പടി പുതുക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചിലയിടത്ത് സാക്ഷ്യം പറഞ്ഞാലെടുക്കും. വിഷയം അത്രയും സീരിയസ് അല്ലെങ്കിലും അപ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. വിഷയം സീരിയസ് ആണെങ്കിൽ സാക്ഷ്യം പറയാതെ തന്നെ എടുക്കും. കാര്യം അവർക്ക് ചിലപ്പോൾ ഒരു ഉപദേശം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ് മാത്രം മതിയാവും, ചിലപ്പോൾ ഇതുപോലെ മുട്ടയെന്നൊരു പ്രാർത്ഥന കൊടുത്താൽ മതിയാകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യണത്, നിങ്ങളത് അവൻ പറയണത് പോലെ തന്നെ ചെയ്യണം. അവൻ പറയണ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവൻ പറഞ്ഞതാണ് ലോകം മുഴുവനും പോകണമെന്ന്, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പം നിങ്ങൾ ആരെ കണ്ടാലും കർത്താവിനെക്കുറിച്ച് പറയാൻ ബാധ്യസ്ഥരാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ പത്രം കൊടുക്കണം. പത്രത്തിലുണ്ടല്ലോ, പത്രം കണ്ടിട്ടല്ലേ എല്ലാ ആൾക്കാരും കൃപാസനത്തിൽ വരണത്. എന്താണ് 100 സാക്ഷ്യങ്ങളൊക്കെ അല്ലേ ഒരു മാസം വരണത്. അത് നമുക്കൊരു 3000 2000 ഒക്കെ അടുത്ത് സാക്ഷ്യങ്ങൾ വരുമ്പോഴാണ് അതിൽ ഏറ്റവും നല്ല സാക്ഷ്യം നോക്കിയാണ് പത്രത്തിൽ വരുന്നത്. അപ്പോൾ സാക്ഷ്യം പറയാത്തവരാണെങ്കിലും ഇപ്പം നിങ്ങൾ നീല പേപ്പറുള്ളവർ അപ്പം തന്നെ അച്ഛനെ കാണാനുള്ള ചീട്ട് കിട്ടും. പക്ഷേ നീല പേപ്പറുള്ളവരുടെയും സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലെസ്സിങ്ങേ കിട്ടത്തുള്ളൂ. എന്താ കാര്യം? എന്തോ ഒരു പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നും. നീല പേപ്പറാണ്, ഉടമ്പടി പച്ച കഴിഞ്ഞിട്ട് നീല വരുമല്ല ഒരു കൊല്ലം കഴിയുമ്പോൾ. അപ്പോഴവർക്ക് സാക്ഷ്യം കിട്ടുന്നില്ലെങ്കിൽ അവർ ചുമ്മാ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ നിവർത്തിയെന്നല്ലാതെ മനസ്സർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ആ സംഭവം ചെയ്ത് കാണത്തില്ല. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ഫെയ്ത്ത്ഫുള്ളാക്കും. അതറിയണമെങ്കിലേ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:47, അതായത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് ചോദ്യം. അതായത് നമ്മുടെ സാധാരണ കടമകളില്ലേ, മനുഷ്യന്മാർ ചെയ്യുന്ന കടമകൾ, അത് മാത്രം ചെയ്താൽ ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല നമ്മൾ. അതാണ് വിഷയം. അപ്പനും അമ്മയും നമ്മൾ നോക്കുന്നു, ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഏണിങ്ങൊന്നുമില്ല.
ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു പ്രതലത്തിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവല് ചിലപ്പോൾ അത് കുഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചും വേറെ മണ്ണ് കൊണ്ടുവന്നിട്ട് അത് ഉയർത്താൻ പറ്റും. 2-3 ലെവലാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഒന്ന് കുഴി, പിന്നെ സാധാരണ സമതലം, പിന്നെ കുന്ന്. ഭൂമിക്ക് 3 ലെവലാണുള്ളത് അല്ലേ? കുഴിയുണ്ട്, പിന്നെ സമതലമുണ്ട്, പിന്നെ കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊച്ചു ഭാഷ ഉപയോഗിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇപ്പോൾ അപ്പനെയും അമ്മയും നമ്മൾ നോക്കുന്നു, അത് സമതലമാണ്, നോക്കില്ല കുഴിയാവും. പിടിയിട്ടേ, അപ്പനും അമ്മയും നമ്മളെ ജനിപ്പിച്ച് വളർത്തിയില്ലേ, അപ്പം അവരെ നോക്കുക എന്ന് പറയണത് സ്വാഭാവികമായൊരു നീതിയാണ്, അത് സമതലമാണ്. അതാണ് ഈശോ ചോദിക്കണത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കുഴിയാവും. അതാണ് ഈശോ ചോദിക്കുന്നത്. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി എന്താണ് ചെയ്യണത്? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എക്സ്ട്രാ ചെയ്യുന്നതാണ്. ഉടമ്പടി നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ ചെയ്യിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാവോ? ഉടമ്പടി ചെയ്യിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്ട്രായാണ്. രോഗികളെ പരിചരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ രോഗികളായിരിക്കണം നിർബന്ധമില്ല, പുറത്തെ രോഗികളെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ വരുന്നതാണത്. എക്സ്ട്രാ. അപ്പോൾ രോഗികളെ പോയി കാണുമ്പോൾ ചിലർ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, അച്ഛാ വീട്ടിലെ അമ്മായിയമ്മ കിടപ്പാണേ, ഞാനാ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണത്. അപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കേണ്ടത് വീട്ടിലെ, പണ്ട് ലീജിയൻ ഓഫ് അമേരിക്കാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ. അവർ രോഗി സന്ദർശനമുണ്ട്. അവർ രോഗി സന്ദർശനം 47 എന്നൊക്കെ പറഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലീജിയൻ ഓഫ് അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ രോഗി സന്ദർശനം അവർ പറയും. അപ്പോൾ അത് എഴുതി വെക്കണം. അപ്പോൾ അവർ രോഗി സന്ദർശനം എന്ന് പറയണത് ആരാണ്? നാത്തൂൻ്റെ വീട്ടിൽ പോയി നാത്തൂനെ കണ്ടച്ച വന്ന് വെച്ചാൽ രോഗി സന്ദർശനം പറഞ്ഞിരിക്കുകയാണ്. അതൊന്നും വകുപ്പിൽ എഴുതാൻ പറ്റത്തില്ല. അതാണ് ഈശോ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല. മറിച്ച് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത്, അതാണ് വിഷയം. നിങ്ങളുടെ മക്കളെ നോക്കി ആശുപത്രി കിടന്ന് അപ്പനെ നോക്കി അമ്മയെ നോക്കി എന്ന് പറഞ്ഞിട്ട് അതൊന്നും വിശേഷ വിധിയല്ല. 5:47 അവൻ പറയണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? എക്സ്ട്രാ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാധാരണ ഉത്തരവാദിത്തത്തില് കവിഞ്ഞ് സുവിശേഷ വേല ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണമേ. സാധാരണ ഉത്തരവാദിത്തത്തില് കവിഞ്ഞ് സുവിശേഷ വേല ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഉടമ്പടി 5:47-48 ചേർത്ത് വായിക്കുകയാണ്. എന്ന് 47 എന്താ പറയണത്? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് ചെയ്യണത്? ഇപ്പം സഹോദരങ്ങളെ, ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരൊക്കെ സഹായിച്ചത് വിശേഷ വിധിയല്ല, അത് അക്സെപ്റ്റബിൾ അല്ല, അത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലായില്ലേ? അത് കടമയാണ്, അത് ഉടമ്പടിയുടെ ഭാഗമല്ല. അത് നിങ്ങൾ അവിടേക്ക് ഒന്ന് ഡ്രോ ചെയ്തതാണ്. നിങ്ങൾ ഇന്ന് വരെ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇതുപോലെ സഹായിച്ചും ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ സംരക്ഷിച്ചിട്ട് സന്ധിച്ചിട്ടുമാണ് എത്തിയിരിക്കുന്നത്. അവരെ തിരിച്ച് സഹായിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ടുള്ള ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. അതൊന്നും നിങ്ങളെ പൂർണ്ണമാക്കത്തില്ല. അതാണ് ഈശോ പറയണത്. അതായത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷ വിധിയായി എന്താണ് ചെയ്യുന്നത്? വിജാതീയരും, അതായത് യേശുവിനെ അറിയാത്തവരും അങ്ങനെ ചെയ്യുന്നില്ലേ? 48 അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റു പറഞ്ഞേ, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നേ, ദൈവത്തെ പോലെ പരിപൂർണ്ണമാക്കാൻ നമുക്ക് പറ്റുമോ? ഇത് എന്നാ വചനമെന്ന് ചോദിക്കും. ദൈവം ആര്, നമ്മളാര്? പക്ഷെ ഇപ്പം എന്താ ഈശോ പറയണത്? അതായത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ കവിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തെ പോലെ പരിപൂർണമാകും. അതാണ് ഉടമ്പടി നിങ്ങളെ പരിപൂർണമാക്കുമെന്ന് പറയാൻ കാരണം. നമ്മൾക്ക് സ്വാഭാവികമായ ഉത്തരവാദിത്തമില്ലേ? സ്വാഭാവികമായ ഉത്തരവാദിത്തം കവിഞ്ഞ് എന്ത് ചെയ്താലും എന്ത് പറ്റും? നമ്മളെ പരിപൂർണനാക്കും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യം ഇത് ഉടമ്പടി മാത്രമേ അങ്ങനെ ഒരു പ്രെയർ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനുഷ്യനെ പരിപൂർണനാക്കാൻ വേണ്ടി ഇന്ന് സഭയിൽ നൊവേന കൂടിയാൽ നൊവേന അങ്ങനെ ഡിമാൻഡ്സ് ഒന്നുമില്ലല്ലേ. നമ്മൾ അങ്ങോട്ട് പറയണമല്ലാതെ കുറേ അപേക്ഷക്കത്ത് എഴുതി പെട്ടിയിലേക്ക് ഡംപ് ചെയ്യാവുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ചൊവ്വാഴ്ച തന്നെ കാണാം.
അതാണ് വിഷയം എന്നത്. അങ്ങനെ ഒരു പ്രയറും ഇല്ല. നമ്മളെ പരിപൂർണനാക്കാൻ പറ്റുന്ന ഏത് പ്രയറുണ്ട്? കുർബാനയെ നമ്മൾ പ്രയറായിട്ട് എടുക്കണില്ല. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. അത് വിട്. മറിച്ച് മറ്റുള്ള പ്രയർ ഫോമിൽ മനുഷ്യനെ പൂർണ്ണനാക്കാൻ എന്തുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയേ ഉള്ളൂ. കാര്യം ഉടമ്പടി മാത്രമേ വിശേഷ വിധിയായി ചെയ്യാൻ പറയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ കൊടുക്കണ പത്രം എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കണതല്ലേ? അതുപോലെ നിങ്ങൾ രോഗികൾക്ക് കൊടുക്കണ ഭക്ഷണം, രോഗികൾക്ക് കൊടുക്കണ വസ്ത്രം, രോഗികൾ ആരാണ്? ഗവൺമെൻറ് ആശുപത്രി നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബന്ധുക്കളാണ് അവിടെ കിടക്കണത് അല്ല. അപ്പോൾ അതാണ് ചെയ്യുന്നത്. വിശേഷ വിധിയായി ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നമ്മൾ സ്നേഹത്തിൽ പരിപൂർണരായിരിക്കുകയാണ്. എപ്പോഴും ഈശോ അവസാനം വരെ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്. അധികമായിട്ട് എന്താണ് ചെയ്യണത്? നിങ്ങളന്ന് അധികമായിട്ട് എന്താ ചെയ്യണത്? അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം ഇങ്ങനെ നോർമലായിട്ട് മിനിമമായിട്ടല്ല ചെയ്തു പോകണത്. ദൈവിക കാര്യങ്ങളെ മിനിമമായിട്ടല്ല ചെയ്തു പോകണത്. ഇപ്പം നേർച്ചപ്പെട്ടിക്ക് നമ്മൾ ആ ദുഃഖവെള്ളിയാഴ്ചത്തെ നേർച്ചപ്പെട്ടികളില്ലേ? ഇപ്പം നമ്മൾ ദുഃഖവെള്ളിയാഴ്ചത്തെ ഞങ്ങൾ പിരിവ് നമ്മൾ കുരിശും കുത്തി കഴിഞ്ഞിട്ട് ആൾക്കാർ നേർച്ച ഇടത്തില്ലേ? കുരിശും കുത്തി കഴിഞ്ഞിട്ട് നേർച്ച ഇടത്തില്ലേ? അപ്പോൾ നേർച്ച ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തിനാണ്? വിശുദ്ധ നാടുകൾ, കർത്താവിൻ്റെ ഗെത്സമൻ തോട്ടം, അതുപോലെ തന്നെ ബെത്ലഹേം, കർത്താവ് പിറന്ന സ്ഥലം, അതുപോലെ തന്നെ കാലുവരി ഇല്ല, കാലുവരി കാത്തലിക്സിൻ്റെ കയ്യിലല്ല, ആ കാത്തലിക്സിൻ്റെ കയ്യിലുള്ള കാനായിലെ കല്യാണത്തിൻ്റെ വേദി, അങ്ങനെ കുറേ സ്ഥലം അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ. പക്ഷേ പാത്രത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോഴും 5 രൂപയൊക്കെ ഉണ്ട്. കാര്യം അവർക്ക് ഇടാൻ പറ്റാഞ്ഞിട്ടല്ല, അവർ പണ്ട് മുതൽ ഇട്ട് പഠിച്ചിരിക്കുന്ന സാധനമാണ്. തുട്ട് കയ്യിലില്ലാത്ത കൊണ്ടാണ് തുട്ടിടാത്തത്. കാര്യം കർത്താവിൻ്റെ കാര്യത്തിന് വരുമ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിലെ കാര്യമല്ല പറയണത്, ഞാൻ ഇടവക പള്ളിയുടെ കാര്യമാണ് പറയണത്. ഇവിടെ ഞങ്ങൾ സ്വസ്ത്രക്കാഴ്ച പോലും എടുക്കണില്ലല്ലോ, കണ്ടില്ലേ? ഞായറാഴ്ച പോലും ഇതിൻ്റെ ഇരട്ടി ആളാണ്, പക്ഷേ സ്വസ്ത്രക്കാഴ്ച എടുക്കത്തില്ല. എടുക്കാൻ വേണ്ടി ആത്മാവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയണ സമയത്ത് പറയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നതിൻ്റെ വിഷയം വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സബ്ജക്റ്റ് അതാണ്. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ചൊരിയാത്തത്? നിങ്ങളുടെ കൈ ഇങ്ങനെ കുറുകിയിരിക്കണം കൊണ്ടല്ലേ? അതാണ് സംഭവം വരണത്. അതുകൊണ്ട് വിശേഷ വിധിയായി നമുക്ക് ഇപ്പോൾ ഇപ്പോൾ രോഗി, നമ്മൾ ഉടമ്പടി പ്രകാരം ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം, നിങ്ങൾ ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കും. ആർക്കാണ് വസ്ത്രം കൊടുക്കണത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാളെ കാലങ്ങളിൽ വന്ന് വല്ല സഹായം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നോക്കിയാണ് നമ്മൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണത്. അത് നമുക്ക് നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലേ ഇപ്പോൾ ഓൺലൈനിൽ കറണ്ട് ചാർജ് അടക്കാൻ എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവളുടെ അടുത്ത് പൈസ കൊടുത്ത് വിട്ടാൽ അവൾ പോയി അടച്ചോളൂ. അപ്പോൾ അവൾക്ക് ഒരു സാരി ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു, അതായത് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന സഹായമാണ് ആൾക്കാർ ചെയ്യണത്. ഇതൊന്നും അക്സെപ്റ്റബിളല്ല. നമുക്ക് പ്രയോജനം ഉണ്ടാവരുതെന്ന് ഈശോ പറയണത്. അപ്പോൾ ഈശോ പറയും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയും. അത് ഈശോ പറയും പ്രതിഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണതയുടെ ഭാഗമായിട്ട് ദൈവം അംഗീകരിക്കണില്ല എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഇങ്ങോട്ട് കിട്ടരുത്, നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടരുത്. ഇങ്ങോട്ട് കിട്ടാത്ത എല്ലാത്തിനും എന്താ ഈശോ പറയണത്? ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞില്ലേ? നിത്യതയിൽ നമുക്ക് ലഭിക്കാനുള്ള കാരണങ്ങളെല്ലാം ഇത് സ്വരുക്കൂട്ടലാണ്. ആ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവരാണ് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ചെയ്യണത്. തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ചില ആൾക്കാർക്കറിയാം. അതായത് അവർക്കിനി ആ കടം കൊടുത്തതാണ്, നമുക്ക് കുറച്ച് പലിശക്ക് അവർ തന്നതാണ്, ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ളൊരു മാർഗവുമില്ല. വീട് സ്ഥലം വിൽക്കണം അവർക്ക്. വിറ്റാൽ പിന്നെ അതുങ്ങൾ വെള്ളത്തിലാവും. അപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കാം, കടം വേണമെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ മാനസികാവസ്ഥ ഉണ്ടാവണം. എന്താ കാര്യം? അത് അവർ നമുക്ക് തിരിച്ചു തരണം നിർബന്ധമില്ല, പക്ഷെ ദൈവം നമുക്ക് തിരിച്ചു തരും. വിശുദ്ധ ലൂക്കാസ് വിശേഷം 10-ാം അധ്യായത്തിലെ ഈ നല്ല സമരിയക്കാരൻ്റെ കഥ പറയത്തില്ലേ? നല്ല സമരിയക്കാരൻ്റെ കഥ പറയുമ്പോൾ ഉപമ പറയുമ്പോൾ അയാളെ സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കുന്നുണ്ട്.
നല്ല സമരക്കാരൻ ആ മുറിവേറ്റ മനുഷ്യനെ. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? ഇവൻ്റെ കാര്യത്തിൽ അടുത്ത ദിവസം 10:35 വിശുദ്ധ ലൂക്കാസ് വിശേഷം, അടുത്ത ദിവസം അവൻ സത്രന സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഉടമ്പടി അതാണ് ചെയ്യണത്. നമ്മൾ ഉടമ്പടിയിൽ എന്താണ് ചെയ്യണത്? അവൻ്റെ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ, അവനായാലും അവളായാലും. മുറിവേറ്റവനും കിടന്നു പോയവനും സാമ്പത്തികമായി തകർന്നു പോയവനും കടങ്ങേറി മുടിഞ്ഞവനും രോഗം വന്ന് അങ്കലാപ്പിലായി പോയവനും അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതാണ് ഉടമ്പടി ചെയ്യണത്. അവൻ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യണത്. എന്താ പറയണത്? അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഞാനെന്ന് പറയുന്നത് ആരാണ്? അതിൻ്റെ അകത്ത് ഈ 10:35 ഞാൻ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു എങ്ങോട്ട് പോവുകയാണ്? അവൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. നമ്മൾ ഇത് ഈ യാത്ര, അവൻ്റെ യാത്രാമധ്യേ പറയണ കാര്യമാണ്. അവൻ എപ്പോഴാണ് ഈ RC ബൈബിളില്ലേ, നല്ല രസമാണ്. ഞാൻ അത് ഇംഗ്ലീഷ് ബൈബിൾ, അതാണ് ഞാൻ ഫോളോ ചെയ്യണത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത്, ജീസസ് സെറ്റ് ഹിസ് ഫേസ് ടു ഗോ ടു ജെറുസലേം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജെറുസലേമിലേക്ക് തിരിഞ്ഞു എന്ന്. ജെറുസലേമിലേക്ക് തിരിഞ്ഞു. 9:52 വചനമാണ്. ലുക്ക 9:50. POC പറഞ്ഞിരിക്കുന്നത് അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ പറയണത് സെറ്റ് ഹിസ് ഫേസ് എന്നാണ്. അത് അടിപൊളിയാണ്, ഭാവാത്മകമാണ്. ഈ സാങ്കേതിക തർജ്ജമക്കാരുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല. ദൈവത്തിൻ്റെ മനസ്സ് പോകും. ഇപ്പം ജീസസ് സെറ്റ് ഹിസ് ഫേസ്, അവൻ ജെറുസലേമിലേക്ക് തിരിഞ്ഞു എന്ന് വെച്ചാൽ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ജെറുസലേം എന്താണെന്ന് നമുക്കറിയാം, പിതാവിൻ്റെ സന്നിധാനമാണ്, എൻ്റെ പിതാവിൻ്റെ ആലയമെന്നാണ് പറയണത്. അവൻ പിതാവിലേക്ക് തിരിഞ്ഞു. 9 തിരിഞ്ഞതാണ്. അതായത് ലൂക്ക 9:51-52 അവനെങ്കിലും തിരിയണത്. സെറ്റ് ഹിസ് ഫേസ് ടവേഴ്സ് ജെറുസലേം എന്ന് വെച്ചാൽ പിതാവിൻ്റെ നേരെ അവൻ തിരിഞ്ഞു എന്ന് അവൻ പറയണം, ഞാൻ ഇനി തിരിച്ചു വരും. രണ്ടാമത്തെ വരവാണ് അവൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ചിലവായി, ആ വഴിയിലാണ് അവൻ, എന്തെങ്കിലും ചിലവായെങ്കിൽ എൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ തന്നു വീട്ടിക്കൊള്ളാവുന്നു. അതാണ് ഈശോ പറയുന്നത്. അതായത് നിത്യതയിലെ, അതായത് നമ്മൾക്കിവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പം ചിലർ പറഞ്ഞില്ലേ, അച്ഛാ ഞാൻ ചെയ്യേണ്ടതല്ല, ഇത് അനുജൻ ചെയ്യേണ്ടതാണ്. അപ്പൻ്റെ ഓഹരിയെല്ലാം എണ്ണിപ്പറഞ്ഞ് മേടിച്ചിരിക്കുന്ന അനുജനും അനിയത്തിയും കൂടിയാണ്. എന്ത് ബഹളമായിരുന്നു ഇവിടെ. അവളൊക്കെ ഇപ്പോൾ അവിടെ പോയി പാറ്റ് വിട്ട് താമസിക്കുകയാണ്. അപ്പൻ്റെ ഓഹരിയും മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അപ്പനെ നോക്കണത് ആരാണ്? ഞാനാണ്. അപ്പം നീ പെയ്തും പിറക്കും മോന്തം കയറ്റി ആണ് അപ്പനെ നോക്കണത്. അങ്ങനല്ല, നീ അപ്പനെ ഭംഗിയായിട്ട് നോക്കാൻ ഈശോ പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാവുന്ന. ആര്? ഈശോ തിരിച്ചു വരുമ്പോഴേ. ഉടമ്പടി നിങ്ങളെ പൂർണ്ണനാക്കുന്നത് അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ സഹായിച്ചവർ ആയിരിക്കത്തില്ല നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ സഹായിക്കുന്നത് മുഴുവനും ചിലപ്പോൾ നമ്മളെ സഹായിച്ചവരായിരിക്കത്തില്ല. ചില അപ്പോൾ മുതിർന്നവർക്ക്, വീട്ടിലുള്ള മുതിർന്നവർക്ക് സമയത്ത് പ്രഷറിൻ്റെ മരുന്നൊന്നും കൊടുക്കത്തില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാതിരിക്കും, മരുന്നെടുത്ത് കഴിക്കാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർക്ക് വീട്ടിൽ നിൽക്കുന്നവർക്ക് ഓർമ്മ ഉള്ളത് മരുന്നെടുത്ത് കൊടുക്കും, അവർ ബോധപൂർവം കൊടുക്കത്തില്ല. എന്നുവെച്ചാൽ പ്രഷർ കയറി ചാകട്ട, എത്രയും വേഗം കൊണ്ട് അടക്കിയ സമാധാനമാകുമല്ല, ആ കട്ടിലൊഴിയുമല്ല എന്നായിരിക്കും അവരുടെ മനസ്സിരിക്കുന്നത്. ഇയാൾ ഉടമ്പടി എടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് വിഷയം. അതായത് ഈ വീട്ടിൽ തന്നെയാണ് ഈ പ്രഷറിൻ്റെ മരുന്ന് മുതിർന്നവർക്ക് താമസിച്ച് പോകുമ്പോൾ അവിടെ ഉള്ളിലിരിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ചെയ്ത് ചാകണേ അത്രയും കുറച്ച് ഞാൻ നോക്കിയാൽ മതിയല്ല. ഇവൻ അനിയത്തിയും അനിയനുമൊക്കെ ഇടുന്നല്ല ഇങ്ങനെയൊക്കെ വലിയ ആൾ. ഞാൻ കെട്ടി വന്ന കാലത്ത് എൻ്റെ മോന്തക്ക് പോലും നോക്കി എന്നെ പിടിക്കത്തില്ല, ഇനി ഭക്ഷണം കിടക്കണ പോലും പിടിക്കത്തില്ല. അവരെ പൊക്കിക്കൊണ്ട് അടക്കിയിരുന്നു. ഇപ്പോൾ അവരിട്ടും പോയില്ലേ. ഇപ്പം എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ.
എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉടമ്പടി എടുത്തെങ്കിൽ ഈ മോന്തം കയറ്റി ചാകണ വരെ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്നൊന്നും കൊടുക്കാതെ ഇവരെ കൊല്ലാതെ ഇങ്ങനെ കൊല്ലും. അതായത് ഡീസൻ്റായിട്ട് നിങ്ങളൊരു മർഡറാണ്, ഡീസൻ്റ് കുടുംബങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത്, വെഞ്ചരിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, 2 കൊലപാതകം നടന്ന വീടാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വല്ല കൊലപാതകവും നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ഈ അച്ഛാ എന്ത് ഇങ്ങനെയൊക്കെ പറയണേ എന്ന്. സോറിയാ, ഞാൻ തിരിച്ചെടുത്തിരിക്കണമെന്ന്. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സമയത്ത് മരുന്ന് കൊടുക്കാതെ തന്ത്രപൂർവ്വം കൊന്നിരിക്കുകയാണ്. അത് കൊലപാതകമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈശോ. പണിയല്ലേ? നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് ചില ആൾക്കാർ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം കയ്യിരിപ്പ് കൊണ്ടാണ്. നമ്മൾക്ക് ഗുണമില്ലാത്ത, നമുക്ക് സഹായം തരാത്ത, നമുക്ക് ഭാവിയിൽ ഒരു പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ ദൈവത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള മാനസികാവസ്ഥ നീ ഉടമ്പടിയിലൂടെ ആർജിച്ചെടുക്കണം. ഉടമ്പടി അതിനു വേണ്ടി നിനക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഉടമ്പടി നിനക്ക് പൂർണ്ണയാകാനുള്ള ഒരു ദൈവത്തിൻ്റെ അവസരമാണ് ഉടമ്പടി. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ പാപക്ഷമ ഇല്ലേ? ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ അബദ്ധം വന്നിട്ടുണ്ടല്ലോ കർത്താവേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണത്. ഞാനും അറിഞ്ഞോ അറിയാതെയാണല്ലോ ഇങ്ങനെയൊക്കെ മരുന്ന് താമസിച്ച് കൊടുത്തും ഭക്ഷണം താമസിച്ച് കൊടുത്തൊക്കെയുള്ള പല മരണങ്ങളും എൻ്റെ വീട്ടിൽ നടന്നത്. എനിക്ക് പോയി ശുശ്രൂഷിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞാൻ മനഃപൂർവ്വം പറ്റുന്നത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ആശുപത്രി പോയില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറ്റബോധങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അതിനൊക്കെല്ലാം പരിഹാരമുണ്ട്. കാര്യം ഇനിയുള്ള സമയത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്താൽ മതി, പാപക്ഷമ ലഭിക്കും. നിങ്ങളുടെ പഴയകാല പാപങ്ങളില്ലേ ഇതുപോലെ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞതിൻ്റെ പേരിലും ഉണ്ടായിട്ടുള്ള പാപങ്ങളുണ്ട്. നിങ്ങൾ കുറ്റബോധമൊന്നും ഉണ്ടാകണ്ട, എക്സ്ട്രാ ചെയ്താൽ മതി, പാപക്ഷമ ലഭിക്കും. ഉടമ്പടിയുടെ ഒരു ഗുണവതാണ് പാപക്ഷമ, അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ശെമയോൻ്റെ വിരുന്നുശാലയിൽ ശെമയോൻ്റെ, അതായത് നമ്മുടെ വിശുദ്ധ ലൂക്കാസ് വിശേഷമില്ലേ 7:47, അതായത് ശെമയോൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് വരണ സമയത്ത് പാപിനിയായ സ്ത്രീ വരുന്നില്ലേ അല്ലേ? അവരെന്നാ ചെയ്യണത്? 300 ദിനാരയ്ക്കുള്ള നാർദൻ സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ ശിരസും പാദവും പൂശിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂഡാസ് പറയും, വൈ ദിസ് വേസ്റ്റ്? എന്താണ് ഈ വേസ്റ്റ്? എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ചെയ്യണം? പാവത്തങ്ങൾ കൊടുക്കാൻ പറ്റണില്ലേ ഇത് വിറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്താ ഒരു വാക്കുണ്ട്, എന്താ പറയണത്? 7:40, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? എന്തെന്നാൽ അവൾ അധികം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് അധികം ദൈവത്തെ സ്നേഹിക്കുന്ന അനുസരിച്ച് കൊണ്ട് അധികം നമ്മളോട് ദൈവം ക്ഷമിക്കും. അതാണ് അധികം. ഈ അധികം എക്സ്ട്രായി വീണ്ടും കയറി വരികയാണ്. ഉടമ്പടി നിങ്ങളെക്കൊണ്ട് എക്സ്ട്രായാണ് എല്ലാം ചെയ്യിക്കണത്. ഞാൻ പിന്നെ 4 പുതുക്കിയിട്ട് മെസ്സേജ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് വരുമ്പോൾ ഞാൻ പറയും 5 പുതുക്കിയിട്ട് വരാൻ പറയും. എന്താ കാര്യം? അവിടെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ മെസ്സേജ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും വർക്ക് ചെയ്യട്ടെന്ന് പറയും. ഞാൻ ഇവിടെ തന്നെ ഒന്ന് വിളിച്ച് പറയാം, നിങ്ങൾ ഒന്നുകൂടി പുതുക്കിയിട്ട് വരാൻ പറയും ഉടമ്പടി. എന്താ കാര്യം? ഈ എക്സ്ട്രായാണ്. പക്ഷേ ചെയ്യുമ്പോൾ ബോധം ഉണ്ടാകണം എന്തിനാണ് എക്സ്ട്രാ ചെയ്യിക്കണമെന്ന്. എന്താ ചെയ്യണത്? അതായത് ഇത് എല്ലാ പരിചരണങ്ങളും ശുശ്രൂഷകളും എല്ലാം, അല്ലെങ്കിൽ സുവിശേഷ പ്രചരണങ്ങളും എല്ലാം കർത്താവ് സുഗന്ധലേപനം പോലെ ശുശ്രൂഷയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് പറയണത്, 7:47, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. അപ്പോൾ അധികം കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗിക്കൊരു വസ്ത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം, കർത്താവിനെ ഞാൻ സ്നേഹിക്കണമെന്ന് പറയണം. കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ആ വ്യക്തിയുമായിട്ടല്ല നമുക്ക് ബന്ധം, ഈശോയുമായിട്ടാണ് ബന്ധം. അങ്ങനെ അധികം സ്നേഹിച്ചാൽ എന്ത് പറ്റും? അധികം ക്ഷമിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാകണ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളത് ഇരട്ടി ചെയ്താൽ മതി, അതിരട്ടി കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്താൽ മതി. ഇതിങ്ങനെയാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് വരണത്. അത് ഈ അധികം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാര്യം ഞാനൊരു ഇടവക വികാരിയാണ് അല്ലേ, എത്ര വർഷമായി ഇടവകയാണ്, കൊറോണ വരെ ഇരുന്നിട്ടുണ്ട്. കൊറോണ ഇരിക്കുമ്പോഴും ഇടവക ഇരിക്കുമ്പോഴും ഈ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, എക്സ്ട്രാ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും.
എനിക്ക് വേണമെങ്കിൽ സുന്ദരമായ രീതിയിൽ പള്ളി കിടന്ന് ഉറങ്ങാം, ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ഈസ്റ്ററിനാണെങ്കിൽ പോലും ഇവിടെ ആരും ഇല്ലായിരുന്നു. എൻ്റെ ജോലി ഞാൻ ഭംഗി രാത്രി 9 മണി വരെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും കാരണ നമസ്കാരം നടത്തുകയും വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുകയും ചെയ്ത് 6:30 മണി വരെ ചെയ്ത് എക്സ്ട്രായാണ് ഇതെല്ലാം ചെയ്യണത്. ഇത് എക്സ്ട്രാ എന്താ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതനുസരിച്ച് കർത്താവ് ഒരു ചോദ്യമേ ഉള്ളൂ, എക്സ്ട്രാ പറയാം. നമ്മളുടെ ഫയൽ കാണിക്കാൻ പറയുമ്പോൾ ഈശോ പറയാം എക്സ്ട്രാ കാണിക്കാൻ പറയും. സാധാരണ ഫയൽ ഈശോയ്ക്ക് ആവശ്യമില്ല. അതൊരു സംഭവമാണ്. സാധാരണ ഫയലിൻ്റെ ആവശ്യമില്ല. ഈശോ പറയും എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞ്, സ്പെഷ്യൽ ഫയൽ എടുക്കാൻ പറയും. സ്പെഷ്യൽ ഫയൽ ഒന്നുമില്ല, 0യാണ്. എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ഫയൽ 0യാണ്. ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ എക്സ്ട്രാ കൈവിട്ട് കളിക്കത്തില്ല. ശമയന് താക്കോൽ കൊടുക്കാൻ പീറ്ററിന് താക്കോൽ കൊടുക്കാൻ നേരത്തെ 21:15 പീറ്ററിന് താക്കോൽ കൊടുക്കാൻ നേരത്തെ വേറെ താക്കോൽ യോഹന്നാന് കിട്ടേണ്ടതായിരുന്നു. യോഹന്നാന് താക്കോൽ കിട്ടാഞ്ഞ കാരണം എക്സ്ട്രാ ഇല്ലാഞ്ഞ കൊണ്ട് ഈ താക്കോൽ ഒടുക്കത്തത്താഴത്തിൻ്റെ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടക്കണ ആരാണ്? യോഹന്നാനാണ്. ഈശോ താക്കോൽ കൊടുക്കുമ്പോൾ ആർക്ക് കിട്ടേണ്ടതാണ്? യവന് കിട്ടേണ്ടതാണ്. കാര്യം അവന് നല്ല ഇൻവെസ്റ്റ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പണം, വീട് സ്ഥലമൊക്കെ വിറ്റിട്ട് സലോമി കൊണ്ടുവന്ന് കർത്താവിനാണ് കൊടുത്തത്. യോഹന്നാൻ്റെ അമ്മേ സലോമി. അങ്ങനെ അതല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഭൗതികമായി എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനെ സ്നേഹിക്കുന്നതും. അതായത് യോഹന്നാൻ 21:15 അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശെമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശെമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? സ്പെഷ്യൽ ഫയൽ, അതാണ് സാധനം. ഇങ്ങനെ അധികം കയറി വരികയാണ്. ഇവരെക്കാൾ അധികമായി. യോഹന്നാൻ ഈശോയുടെ റിലേറ്റീവാണ്, നമുക്കറിയാമല്ലോ. ആ റിലേഷൻ ഒന്നും ഇവിടെ വില പോകത്തില്ല. യോഹന്നാൻ അതുപോലെ മറ്റേ യാക്കോബ്, യൂദാ തദ്ദേവൂസൊക്കെ ഈശോയുടെ റിലേറ്റീവ്സാണ്. ആ റിലേറ്റീവ്സായിട്ടൊരു കഥയൊന്നുമില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. എക്സ്ട്രായ്ക്കാണ് പ്രസക്തി. എക്സ്ട്രാ നിങ്ങൾ എന്താണ് ചെയ്യണത്? അതാണ് ചോദിക്കുന്നത്. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് തന്നെയാണ് ആ പാപിനിയായ സ്ത്രീയോടും പറഞ്ഞത്. അവൾ അധികം സ്നേഹിച്ചു, അധികം ക്ഷമിച്ചു. ഇത് തന്നെയാണ് ആദ്യ സമയത്ത് നമ്മൾ കണ്ടത്. എക്സ്ട്രാ നിങ്ങൾ ഉടമ്പടി ഇങ്ങനെ അധികമായി ദൈവത്തെ സ്നേഹിക്കാനും പരിചരിക്കാനും സുവിശേഷം പ്രചരിപ്പിക്കാനുമുള്ള അവസരങ്ങളെ നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ ചെയ്യണം. അതിനിതിൻ്റെ സന്തോഷത്തോടെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അതിൻ്റെ സാങ്കേതികമല്ല വേണ്ടത്, അഭിഷേകമാണ് വേണ്ടത്. അഭിഷേകം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റണത്. അല്ലെങ്കിൽ ചെയ്യും, നമ്മൾ ക്രിയ ഒപ്പിച്ച് കണക്കൊപ്പിച്ചൊക്കെ ചെയ്യും. അതല്ല, ഇത് എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മൾ അഭിഷേകത്തോടെ ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാവരെക്കാൾ ഉപരിയായി അങ്ങയെ സ്നേഹിക്കാനും പ്രേക്ഷിതനാകാനും പ്രേക്ഷിതയാകാനും ഉടമ്പടിയിലൂടെ അധികമായി അങ്ങയെ ശുശ്രൂഷിക്കുവാനും അതുവഴി പാപക്ഷമ ലഭിക്കുവാനും കർത്താവേ എനിക്ക് അഭിഷേകം നൽകണമേ. അങ്ങയെ ശുശ്രൂഷിക്കുക വഴി പാപക്ഷമയും നിത്യതയും സരോവരേ. മത്തായിയുടെ സുവിശേഷം 5:47-48 അനുസരിച്ചുകൊണ്ട് പൂർണ്ണത പ്രാപിക്കുവാനും ഉടമ്പടി എടുത്തിരിക്കുന്ന എന്നെ ദൈവസ്നേഹത്തോടെ പത്രോസിനെ പോലെ അങ്ങയെ അധികം സ്നേഹിച്ച അത് അനുവർത്തിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. കൈകളെടുത്തുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ആരാധന. ഞങ്ങളുടെ ആത്മനൊമ്പരങ്ങള്
എല്ലാവരെക്കാളും ഉപരിയായി അറിയുന്നവനെ, എല്ലാ നൊമ്പരങ്ങളെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ